66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഡൈനോസോറുകൾ ഭൂമിയിൽ ആധിപത്യം വഹിച്ചിരുന്ന കാലത്ത് ഒരു ഭീമൻ ജീവി ഭൂമിയിൽ വസിച്ചിരുന്നു. ക്വിറ്റ്സാൽകോട്ട്ലസ്, ഭൂമിയിലെ ഏറ്റവും വലിയ പറക്കുന്ന ജീവി. 1971 അമേരിക്കയിലെ ടെക്സസിലെ ബിഗ് ബെൻ നാഷണൽ പാർക്കിൽ നിന്നാണ് ഇതിന്റെ ഫോസിലുകൾ ആദ്യമായി കണ്ടെത്തുന്നത്. തുടർന്ന് ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഇതൊരു പുതിയ സ്പീഷീസിന്റെ അവശിഷ്ടമാണെന്ന് തെളിഞ്ഞു. ഈ ഒരു ഭീമനെ കുറിച്ച് പഠിച്ച ഡോഗ്ലസ് ആണ് ഇതിന് ക്വിറ്റ്സാൽകോട്ട്ലസ് എന്ന പേര് നൽകിയത്. ആസ്ടെക് പുരാണത്തിലെ പക്ഷിരൂപത്തിലുള്ള ദേവതയായ കോട്സാൽകോട്ടിൽ നിന്നാണ് ഈ ഒരു ജീവിക്ക് ഈ പേര് ലഭിച്ചത്. ജിറാഫിന്റെ അത്ര ഉയരമുള്ള ഈ ജീവിയുടെ ചിറകുകൾക്ക് ഒരു വിമാനത്തിന്റെ അത്ര വലുപ്പമുണ്ട്. മാത്രമല്ല 200 മുതൽ 250 കിലോ വരെ ഭാരവും. ഇത്രയും ഭാരമുള്ള ജീവി എങ്ങനെ പറന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ പക്ഷികളെ പോലെ ആയിരുന്നില്ല ഇവ പറന്നിരുന്നത്. ക്വാഡ് ലോഞ്ച് ടെക്നിക് ഉപയോഗിച്ചായിരുന്നു ഇവ പറന്നിരുന്നത്. അതായത് 4 കാലുകൾ ഉപയോഗിച്ച് ചാടിയ ശേഷം വായുവിലേക്ക് ഉയർന്ന് പറക്കുന്ന രീതിയായിരുന്നു. ഇവ ഒരു കടൽ ജീവിയാണെന്നും ലാൻഡ് സ്റ്റോക്കർ ആണെന്നും പറയപ്പെടുന്നു. ചെറിയ ഡൈനോസറുകളും മറ്റു ജീവികളുമായിരുന്നു ഇവയുടെ ഭക്ഷണം. ഡൈനോസറുകൾ ഭൂമിയിൽ നിന്നും ഇല്ലാതായതുപോലെ തന്നെ ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിച്ചപ്പോൾ ഡൈനോസറുകളോടൊപ്പം ഈ പക്ഷികളും അപ്രത്യക്ഷമാകുകയായിരുന്നു.